RJ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ NDSC സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ പാഠഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വർഷം NDSC സ്കോളർഷിപ്പിന് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം 10th പാഠപുസ്തകങ്ങൾ നമുക്കറിയാം എത്രത്തോളം പോർഷൻ ഇപ്പോൾ കവർ ചെയ്തു എന്നറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 9ലെ പാഠപുസ്തകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. 9ലെ ഏതാണ്ട് 60% ക്വസ്റ്റ്യനും വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് 9ാം ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടാതെ മാത്തമാറ്റിക്സ്, ഈ വിഷയങ്ങളെല്ലാം ക്ലിയറായി ഓരോ പാഠവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഈ ആഴ്ച RJ സിവിൽ സർവീസ് അക്കാദമിയിലൂടെ ഫിസിക്സിലെ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മുഴുവൻ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നോട്ട്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തുടർന്നുള്ള ആഴ്ചകളിൽ ബയോളജി, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളുടെ ഇത് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഫിസിക്സിലെ ആദ്യത്തെ 2 ചാപ്റ്ററുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സും ഇക്വേഷൻസ് ഓഫ് മോഷനും. നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ, ഇംഗ്ലീഷ് മലയാളം നോട്ട്സുകളുണ്ട്. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം ലൈക്കും ഷെയറും ചെയ്യുക. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കൂടുതലായ കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ താഴെയുള്ള നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതൊക്കെ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണെന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ ചെയ്യാൻ പ്രചോദനമായിരിക്കും. തീർച്ചയായും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1 ജലത്തിൻ്റെ സാന്ദ്രതയാണ്, അതായത് ഡെൻസിറ്റിയാണ്, വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ശ്രദ്ധിക്കുക, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ജലത്തിൻ്റെ സാന്ദ്രത. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ പരീക്ഷയ്ക്ക് സാധ്യതയുള്ളതാണ്. മണ്ണെണ്ണയുടെ സാന്ദ്രത ചോദിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 810 ഇത് നമുക്ക് ഇവിടെ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കെറോസിൻ മണ്ണെണ്ണയുടെ സാന്ദ്രതയും ഇവിടെ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കുക. ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രതയാണ്, അതായത് സലൈൻ വാട്ടറിൻ്റെ സാന്ദ്രതയാണ്. സലൈൻ വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഇത് അപ്രോക്സിമേറ്റ്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 ഇവിടെ ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയൻസി? പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ 2 ഘടകങ്ങളാണ് പ്ലവക്ഷമ ബലം അല്ലെ ബയൻസിനെ സ്വാധീനിക്കുന്നത്. ഒന്ന് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, രണ്ടാമത്തെ വോളിയം ഓഫ് ദി ബോഡി, ദ്രാവകങ്ങളുടെ സാന്ദ്രതയും ദ്രാവകങ്ങളുടെ വ്യാപ്തവും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ദ്രാവകങ്ങളുടെ സാന്ദ്രതയും ദ്രാവകങ്ങളുടെ വ്യാപ്തം, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആൻഡ് വോളിയം ഓഫ് ദി ബോഡി. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പറയുന്ന നിയമം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ നിയമമാണ് ആർക്കിമിഡീസ് തത്വം, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പോകണം. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമേഴ്സ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ എ ഫ്ലൂയിഡ്, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന ഒരു ബലമുണ്ട്, പ്ലവക്ഷമ ബലം. വസ്തു ആദേശം ചെയ്യുന്ന ഭാരത്തിന് തുല്യം ആയിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ആർക്കിമിഡീസ് തത്വം. അപ്പോൾ ആർക്കിമിഡീസുമായി ബന്ധപ്പെട്ട അല്ലാണ്ട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ആർക്കിമിഡീസ് ജനിച്ചത് എവിടെയാണെന്നുള്ളത്. ആർക്കിമിഡീസ് വാസ് ബോൺ ഇൻ 287 BC അറ്റ് സിറാക്യൂസ്, എ പോർട്ട് സിറ്റി ഇൻ ഇറ്റലി. ആർക്കിമിഡീസ് ജനിച്ചത് എവിടെയാണ്? സിറാക്യൂസ്, ഇറ്റലിയിലെ സിറാക്യൂസിലാണ്. ഹി ലിവ്ഡ് ഡ്യൂറിങ് ദി റൂൾ ഓഫ് ഹീറോ II. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. നമ്മൾ ഒരുപക്ഷെ കഴിഞ്ഞ പരീക്ഷകൾക്ക് ഒഴിവാക്കിയ ബോക്സിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കൂടുതൽ സാധ്യതയുണ്ട്. NDSCയിൽ ആർക്കിമിഡീസ് ജനിച്ചത് സിറാക്യൂസ്, ഇറ്റലിയിൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2ാം പ്യൂണിക് യുദ്ധത്തിലെ പട്ടാളക്കാരാൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അത് ആർക്കിമിഡീസ് ആണ്. ഹി വാസ് സ്റ്റാബ്ഡ് ടു ഡെത്ത് ബൈ Roman soldier in 212 BC during the Second Punic War. അത് നോക്കുക, 212 BC 2ാം പ്യൂണിക് യുദ്ധത്തിൽ പട്ടാളക്കാരെ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. അദ്ദേഹം പ്രശസ്തമായ ഒരു കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു, മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും എന്ന് പറയുന്ന നിയമം.
അതായത് വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് എ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ വെൻ എ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ദി വോളിയം ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വിൽ ബി ഈക്വൽ ടു ദി വോളിയം ഓഫ് ദി ബോഡി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വെൻ എ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ദ വോളിയം ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വിൽ ബി ഈക്വൽ ടു ദി വോളിയം ഓഫ് ദി ബോഡി. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും എന്ന് പറയുന്ന നിയമത്തിന് പറയുന്നതാണ് പ്ലവന തത്വം. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നാൽ എന്താണ് ചോദ്യം? പ്ലവന തത്വം എന്നാൽ എന്തെന്ന്. ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിത് കേട്ടുപോയാൽ പോരാ, ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഈ 2 ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എടുത്തു തരുന്നത്. ആപേക്ഷിക സാന്ദ്രത കാണുന്ന സമവാക്യമാണ് ചോദിക്കുന്നത്. അതായത് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഫോർമുലാസ് എന്താണെന്നാണ്. അതായത് വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ്. വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. അതായത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്, അതായത് വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് എന്താണ്? ആപേക്ഷിക സാന്ദ്രത കാണുന്ന സമവാക്യം. ആപേക്ഷിക സാന്ദ്രത കാണുന്ന സമവാക്യം എന്താണ്? വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി. അടുത്ത നോക്കുക. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ രൂപം വസ്തുവിന് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ആ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ഏതാണ്? വെൻ എ ബോഡി ഈസ് ഇമേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ്, ദ ഫ്ലൂയിഡ് എക്സേർട്സ് ആൻ upward force on the body. This force is known as buoyancy. പ്ലവക്ഷമ ബലം. ബയൻസിയാണ്, പ്ലവക്ഷമ ബലമാണ്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായ പൂർണ്ണമായി മുങ്ങിയിരിക്കുമ്പോൾ when a body is immersed completely or partially in a fluid, the fluid exerts an upward force on the body. This force is known as buoyancy. അപ്പോൾ ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായി പൂർണ്ണമായി മുങ്ങിയിരിക്കുമ്പോൾ ആ രൂപം വസ്തുവിന് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ആ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ഏതാണെന്നാണ് ചോദ്യം. പ്ലവക്ഷമ ബലം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണം. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ്. അപ്പോൾ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നത് ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹൈഡ്രോമീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹൈഡ്രോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 12. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി പ്യൂരിറ്റി ഓഫ് മിൽക്ക്. ഏതാണ്? ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ വിച്ച് ഈസ് എ ഡിവൈസ് ടു ടെസ്റ്റ് ദി പ്യൂരിറ്റി ഓഫ് മിൽക്ക്. അത് ശ്രദ്ധിക്കുക. ലാക്ടോമീറ്റർ ശ്രദ്ധിക്കുക. അടുത്തത്, ഇത് നമ്മൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാകില്ലായിരിക്കാം. നമ്മൾ കോളത്തിൽ കിടക്കുന്ന കാര്യം ആയതുകൊണ്ട് ചിലപ്പോൾ അത് പഠിക്കണമെന്നില്ല. എങ്കിൽ ഇത് ശ്രദ്ധിക്കുക. ഇതൊക്കെ വരും. പ്രൊജക്റ്റീവ് ജിയോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നീ ഗവേഷണ മേഖലകളുടെ തുടക്കം കുറിക്കുന്നതിൽ പങ്കുവച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്റ്റീവ് ജിയോമെട്രിയും പ്രോബബിലിറ്റി തിയറിയും. ഇവിടെ നോക്കുക. ബ്ലേസ് പാസ്കലാണ്. ആൻസർ ബ്ലേസ് പാസ്കലാണ്. ബ്ലേസ് പാസ്കൽ വാസ് ബോൺ ഇൻ ഫ്രാൻസ് ഓൺ 19th June 1623. He proved his proficiency in the fields of mathematics, physical science, philosophy and theology. ഈ മേഖലയിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ചാണ്. At the age of 16, he played a major role in initiating projective geometry and probability theory, which are 2 research fields in mathematics. കണ്ടോ? ഇപ്പോൾ പ്രൊജക്റ്റീവ് ജിയോമെട്രിയും പ്രോബബിലിറ്റി തിയറി എന്നീ ഗവേഷണങ്ങളുടെ തുടക്കം കുറിക്കുന്ന പങ്കുവച്ച ശാസ്ത്രജ്ഞനാണ് ബ്ലേസ് പാസ്കൽ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. പാസ്കൽ നിയമം ആവിഷ്കരിച്ച ആരാണ്? പാസ്കൽ ലോ ആരാണ്? ബ്ലേസ് പാസ്കൽ. അത് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ബ്ലേസ് പാസ്കൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന് എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പറയുന്ന നിയമം. അതായത് ദ്രാവകത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന് എല്ലാ ഭാഗത്തും അനുഭവപ്പെടും. അതായത് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ് ഈക്വലി അറ്റ് ഓൾ പാർട്സ് ഓഫ് ദി ലിക്വിഡ്. അപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും അതിൻ്റെ ആ പ്രഷർ മർദ്ദം ലഭിക്കുക അനുഭവപ്പെടും എന്ന് പറയുന്ന നിയമത്തിൻ്റെ പേരാണ് എന്താണ്? പാസ്കൽസ് ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ബ്ലേസ് പാസ്കലാണ്. ഇൻ 1642 at the age of 19 he started designing and making mathematical calculating machines. അപ്പോൾ കാൽക്കുലേറ്ററുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തം ബ്ലേസ് പാസ്കലിൻ്റെതാണ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടൂത്ത് പേസ്റ്റിൽ പേസ്റ്റ് പുറത്തു വരുന്ന തത്വം, ടൂത്ത് പേസ്റ്റിൽ നിന്ന് പേസ്റ്റ് പുറത്തു വരുന്ന തത്വം ഏത് ലോയുമായി ബന്ധപ്പെട്ടാണ്? അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. ടൂത്ത് പേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചേക്കാം. ടൂത്ത് പേസ്റ്റ് റിലേറ്റഡ് ആയ പ്രിൻസിപ്പിൾ ഏതാണ്? പാസ്കൽ ലോ. കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പാസ്കൽ ലോയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. പാസ്കൽ നിയമത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, അതായത് ഡിവൈസസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് പാസ്കൽ ലോസ്. ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഡിവൈസസ് കണ്ടുകൊണ്ടായിരിക്കും ചോദിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ആ ലോ ഏതാണെന്ന് ചോദിക്കുന്നത്. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, അതേപോലെ ഹൈഡ്രോളിക് ജാക്ക്, എക്സ്കവേറ്റർ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, അത് ഹൈഡ്രോളിക് പ്രസ്സും കൂടെ ഉണ്ട്. ഹൈഡ്രോളിക് ബ്രേക്ക് ഓഫ് വെഹിക്കിൾ, ഹൈഡ്രോളിക് ജാക്ക്, എക്സ്കവേറ്റർ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടാണ്? പാസ്കൽ ലോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരേ എണ്ണം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, അതിന് പറയുന്ന പേരെന്താണ്? ഒരേ എണ്ണം തന്മാത്ര, അതായത് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് ഓഫ് ദി സെയിം ടൈപ്പ് ഈസ് കോൾഡ്. The attraction between the molecules of the same type is called cohesion. അത് കൃത്യമായിട്ട് പഠിക്കണം, അങ്ങനെ തന്നെ പഠിക്കണം, cohesion. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ദ്രാവകങ്ങളെ സ്വാഭാവിക ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസം. ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ എ മൈന്യൂട്ട് ഹോൾ ഈസ് കോൾഡ്. എന്താണ്? ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ എ മൈന്യൂട്ട് ഹോൾ ഈസ് ക്യാപിലാരിറ്റി. ക്യാപിലാരിറ്റി അഥവാ കേശികത്വമാണ്. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ദ്രാവകങ്ങൾ സ്വാഭാവിക ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കേശികത്വം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. കൊഹിഷൻ ബലം അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ ഡാഷ് അനുഭവപ്പെടുന്നു. കൊഹിഷൻ ബലം അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ എന്താണ്? വെൻ ദ അഡ്ഹീസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി കൊഹിസീവ് ഫോഴ്സ് എന്തനുഭവപ്പെടും? കാപ്പിലറി റൈസ് ഒക്വേഴ്സ്. അവിടെ കേശികത്വം ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കേശികത്വം ഉയരുന്നു. എന്നാൽ കേശികത്വം താഴുമ്പോൾ, അതായത് കൊഹിഷൻ ബലം അഡീഷൻ ബലത്തേക്ക് കൂടുതലായി കേശികത്വം ഉയരും. എന്നാൽ വെൻ ദ കൊഹിസീവ് ഫോഴ്സ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ? കൊഹിസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി അഡ്ഹീസീവ് ഫോഴ്സ്, കാപ്പിലറി ഡിപ്രഷൻ വിൽ ടേക്ക് പ്ലേസ്. ഇതൊന്നും ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ റൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അഡ്ഹീസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ കൊഹിസീവ് ഫോഴ്സ് ആകുമ്പോൾ കാപ്പിലറി റൈസ് ഒക്കേഴ്സ് വരുന്നു. അതേപോലെ ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ കാപ്പിലറി ഡിപ്രഷൻ വരുന്നു. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 22. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ സമാന്തരമായി പ്രവർത്തിക്കുന്ന ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ സമാന്തരമായി പ്രവർത്തിക്കുന്ന ബലം ഏതാണ്? ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ എ മോഷൻ there is a frictional force parallel to the layers which try to prevent the relative motions between the layers പാളികൾക്കിടയിൽ. ദിസ് ഫ്രിക്ഷൻ ഫോഴ്സിനെ എന്ത് പറയുന്നു? വിസ്കസ് ബലം എന്ന് പറയുന്നത്, അഥവാ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിസ്കസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് വിസ്കസ് ഫോഴ്സ് എന്ന് ശ്രദ്ധിക്കണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുന്ന വിധത്തിൽ സമാന്തരമായി പ്രവർത്തിക്കുന്നത്. അതായത് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ there is a frictional force parallel to the layers which try to prevent the relative motion between the layers. This frictional force is viscous force. അപ്പോൾ അവിടെ ചലനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ഇവിടെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബലമാണ് വിസ്കസ് ബലം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷത. ഇവിടെ അത്രയൊന്നും വലിയ ലെങ്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ട. എന്താണ് അവിടെ പ്രധാനമായിട്ടും ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ്, അതായത് വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകത്തിലുള്ള സവിശേഷ സ്വഭാവമാണ്. അത് ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവത്തെയാണ് ശരിക്കും പറഞ്ഞ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇത് ശ്രദ്ധിക്കുക, വിസ്കോസിറ്റി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ്. അതാണ് ഏറ്റവും പ്രധാനം, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ദ്രാവകവെള്ളങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക കുറയ്ക്കുന്ന വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് വിസ്കോസിറ്റി അഥവാ വിസ്കോസിറ്റി എന്നറിയപ്പെടുന്നത്. സോ ശ്രദ്ധിക്കുക, വിസ്കോസിറ്റി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ടു ഒപ്പോസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ലെയേഴ്സ്, ദ്രാവക പടലങ്ങൾക്കിടയിൽ, പാളികൾക്കിടയിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 24. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ, അതായത് ഗ്രേറ്റർ വിസ്കോസിറ്റി ഉള്ളത് 1 ഹണി, 2 ഗ്ലിസറിൻ, 3 ടാറ്, 4 മെർക്കുറി. ഇതേപോലെ നമുക്ക് നെയ്യ്, ഇതൊക്കെ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഗീ, തേന്, ഗ്ലിസറിൻ, ടാറ്, മെർക്കുറി വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളാണ്. ഇവയുടെ എല്ലാം പ്രത്യേകതകൾ ഇതിന് ഗ്രേറ്റർ വിസ്കോസിറ്റി ഉള്ളതാണ്. തേന്, ഗ്ലിസറിൻ, ടാറ്, മെർക്കുറി.
അടുത്തത് നോക്കാം, വിസ്കോസിറ്റി കുറഞ്ഞ ചിലപ്പോൾ ഉദാഹരണങ്ങൾ ചോദിച്ചേക്കാം. ലോവർ വിസ്കോസിറ്റി കെറോസിൻ മീൻസ് മണ്ണെണ്ണ, അതിൽ വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങൾ, അതുപോലെ ഡീസൽ, പെട്രോൾ, ഇതൊക്കെ എന്താണ് വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളാണ്. അതേപോലെ ജലം വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകമാണ്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ ഇവയൊക്കെ എന്താണ് വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇത് നമ്മൾ ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, രണ്ടാമത്തെ അടുത്ത പാഠവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തെ പാഠം 3 സമവാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള പാഠമാണ്. അതുകൊണ്ട് തന്നെ ആ സമവാക്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അത് ഏതൊക്കെ റിലേഷനുമായി ബന്ധപ്പെട്ടാണ് സമവാക്യങ്ങൾ പഠിക്കണം. ഒന്ന്, പ്രവേഗ സമയം, അതായത് വെലോസിറ്റി ടൈം റിലേഷനുമായി ബന്ധപ്പെട്ട സമവാക്യം ഏതാണ്? വെലോസിറ്റി ടൈം ഏതാണ്? പ്രവേഗ സമയം ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇപ്പോൾ ചലന സമവാക്യങ്ങൾ, ഒന്നാം ചലന സമവാക്യം എന്താണ്? വെലോസിറ്റിയും, ഇത് മറന്നു പോകരുത്, വെലോസിറ്റി ആൻഡ് ടൈം. അടുത്തത് നോക്കാം. അടുത്ത സമവാക്യം എന്താണ്? ഒന്നാം ചലന സമവാക്യം എന്താണ്? അതിൻ്റെ ഫോർമുല കൃത്യമായിട്ട് പഠിക്കണം. V = U+AT. ഈ സമവാക്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. V = U+AT. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാം ചലന സമവാക്യം. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. സ്ഥാന സമയബന്ധവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നത്, അത് പൊസിഷൻ ടൈം റിലേഷനുമായി ബന്ധപ്പെട്ട്, ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പൊസിഷൻ ടൈം എപ്പോഴും സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനാണ്, രണ്ടാം ചലന സമവാക്യമാണ്. സ്ഥാന സമയബന്ധം കാണിക്കുന്ന സമവാക്യം രണ്ടാം ചലന സമവാക്യം. അടുത്ത് നോക്കുക, രണ്ടാം ചലന സമവാക്യത്തിൻ്റെ സമവാക്യം എന്താണ്? രണ്ടാം ചലന സമവാക്യം എന്ന് പറയുന്നത് S = UT + 1/2 AT² ആണ്. S = UT + 1/2 AT². ഒന്നുകൂടെ ശ്രദ്ധിക്കുക, S = UT + 1/2 AT² ആണ്. അടുത്തത് സ്ഥാന പ്രവേഗബന്ധം, അതായത് പൊസിഷനും വെലോസിറ്റിയും തമ്മിൽ ബന്ധമുള്ള കാണിക്കുന്ന സമവാക്യമാണ്. പൊസിഷനും വെലോസിറ്റി, അത് മൂന്നാം ചലന സമവാക്യമാണ്, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സർവ്വസാധാരണ ചോദിക്കുന്ന ഇതാണ്, ഇങ്ങനെ ഈ ബന്ധം ഏതൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്, പൊസിഷനും വെലോസിറ്റി. അപ്പോൾ അത് മൂന്നാം ചലന സമവാക്യമാണ്. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി. ഈ ചാപ്റ്ററിലെ മൂന്നാം ചലന സമവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? V² = U² + 2as. V² = U² + 2as. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാഠത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. തുടർന്നും ഈ ആഴ്ച ഫിസിക്സിൻ്റെ മുഴുവൻ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് NDSC സ്കോളർഷിപ്പ് നേടാൻ വളരെ പര്യാപ്തമായിരിക്കും. തീർച്ചയായും ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ലൈക്കും ഷെയർ ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.